തെലുങ്ക് സിനിമയിലെ വില്ലനായി കട്ടപ്പ തൂതപൂരത്തിൽ. ഇത്തവണ തൂതപൂരത്തിന് പുതിയ വേഷം കെട്ടാനുള്ള പണിപ്പുരയിലാണ് സച്ചിദാനന്ദൻ. കട്ടപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ആലിപ്പറമ്പിലെ സച്ചിദാനന്ദനെ കുറിച്ച് CCN പ്രതിനിധി ജയചന്ദ്രൻ ചെത്തല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമ്പത്തിയഞ്ചാം വയസ്സിലും ഉത്സവ പറമ്പുകളിലേക്ക് വേഷങ്ങളോട് അടങ്ങാത്ത ആവേശത്താൽ ആലിപ്പറമ്പിലെ കട്ടപ്പ എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദൻ പുതിയ വേഷത്തിൽ തൂതപൂരത്തിന് എത്തുന്നു. ആലിപ്പറമ്പ് ഹൈസ്കൂളിന് സമീപമുള്ള ഉരസിലിങ്ങൽ വീട്ടിൽ സച്ചിദാനന്ദൻ ഇപ്പോൾ പുതിയ വേഷത്തിന്റെ പിന്നാലെയാണ്. 16-ാം വയസ്സിലാണ് ആദ്യമായി കരിവേല വേഷം, പൂതൻ വേഷങ്ങൾ എന്നിവ കെട്ടി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലേക്ക് എത്തുന്നത്. ചെറുപ്പകാലത്ത് മീൻ കച്ചവടമായും കൂലിപ്പണിയെടുത്തും ജീവിച്ചു പോന്ന സച്ചിദാനന്ദൻ 2018 ആയപ്പോഴേക്കും വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. തുടർന്നാണ് കളത്തിൽ താലപ്പൊലിയോടനുബന്ധിച്ച് ആദ്യമായി പുലിമുരുകന്റെ വേഷം കെട്ടി ഉത്സവപ്പറമ്പിൽ എത്തിയത്. കാണികൾ 2 കൈയും നീട്ടി സ്വീകരിച്ചതായും സച്ചിദാനന്ദൻ പറഞ്ഞു. ബാഹുബലിയിലെ കട്ടപ്പയാണ് തന്റെ ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ മുഖം നൽകാൻ കഴിഞ്ഞത്. തുടർന്ന് ആളുകൾ ആലിപ്പറമ്പിലെ കട്ടപ്പ എന്ന പേരിൽ സച്ചിദാനന്ദനെ വിളിച്ചു പോന്നു. ഗാന്ധാരവേഷവും പിന്നീടുള്ള 2 ഉത്സവകാലത്തും ഭീമന്റെ വേഷവും 2 തവണ കെട്ടിക്കളിച്ചു. ഓണത്തിന് മാവേലിയായി വീടുകളിൽ പോകാറുണ്ടെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. ഈ പുലിമുരുകന്റെ വേഷമാണ് ഞാൻ 2018 കെട്ടിയത്. അത് ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലിക്കാണ് ഞാൻ കെട്ടിയത്. എൻ്റെ നാട് ആലിപ്പറമ്പ് ഹൈസ്കൂളിൻ്റെ പരിസരത്താണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുലിമുരുകൻ്റെ വേഷം കെട്ടിയ ശേഷം എനിക്കൊരു പ്രചോദനങ്ങൾ വന്നു. ഓരോ വേഷങ്ങൾ കെട്ടാൻ എൻ്റെ മനസ്സിൽ ഓരോ മെയിൻറ്റിൽ ഇങ്ങനെ ഓരോ പിന്നെ വേഷത്തിൻ്റെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശേഷം പിന്നെ ഞാൻ ഇത്തിക്കരപ്പക്കിയിലെ പിന്നെ കുഞ്ഞാലി മരക്കാരെ കെട്ടി. അതിനുശേഷം പിന്നെ ഞാൻ ബാഹുബലിയിലെ കട്ടപ്പ കെട്ടി. പിന്നെ അതിനുശേഷം പിന്നെ ഭീമൻ്റെ വേഷം കെട്ടി. അതിനുശേഷം പിന്നെ ഓണത്തിന് മാവേലിയുടെ വേഷം കെട്ടി. അതിനുശേഷം പിന്നെ തൂതക്കിലപ്പൂരത്തിന് ഗാന്ധാരയിലെ വേഷം കെട്ടി. ഇപ്പോൾ ഈ പ്രാവശ്യം പിന്നെ 2023 ആലിപ്പറമ്പ് കളത്തിലെ താലപ്പൊലിക്ക് മറ്റേ മലയക്കോട്ടെ ബാലുവന്റെ കെട്ടി. പ്രസിദ്ധമായ തൂതപൂരത്തിന് ഇത്തവണ തെലുങ്ക് സിനിമയിലെ വില്ലനായി വേഷം കെട്ടാനുള്ള പരിശ്രമത്തിലാണ് സച്ചിദാനന്ദൻ. വ്യത്യസ്തമായ വേഷങ്ങൾ കെട്ടി ജനഹൃദയങ്ങളിലേക്ക് എത്തുമെങ്കിലും ലോട്ടറി വിൽപ്പനയാണ് ഉപജീവനമാർഗം. മൊത്തം 13ഓളം വേഷങ്ങൾ കെട്ടിയതായി സച്ചിദാനന്ദൻ പറഞ്ഞു. ഓരോ വേഷം കെട്ടലും 1000 മുതൽ 3000 രൂപയോളം ചിലവ് വരും. ഇതിനാവശ്യമായി തുക നാട്ടുകാർ തന്നെയാണ് തനിക്ക് തരുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. സിനിമയിലും ഒരു വില്ലൻ വേഷം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് കട്ടപ്പ കൂട്ടിച്ചേർത്തു. CCN ചെത്തല്ലൂർ.